ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 എക്കണോമിക്സിലെ ചാപ്റ്റർ ഫസ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ഈ ചാപ്റ്ററിലെ 4ാമത്തെ ടോപ്പിക്കാണ് ഫോറിൻ ട്രേഡ് അഥവാ വിദേശ വ്യാപാരം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള ഇന്ത്യയുടെ വിദേശ വ്യാപാരം എങ്ങനെയായിരുന്നു എന്നാണ് ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഇന്ത്യ ഹാസ് ബീൻ an important trading nation since ancient times. പുരാതന കാലം മുതൽക്ക് തന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വ്യാപാരമൊക്കെ ചെയ്യുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്നായിരുന്നു. ബട്ട് ദ റെസ്ട്രിക്റ്റീവ് പോളിസീസ് ഓഫ് കമ്മോഡിറ്റി പ്രൊഡക്ഷൻ, ട്രേഡ് ആൻഡ് താരിഫ് പെർസ്യൂഡ് ബൈ ദ കൊളോണിയൽ ഗവൺമെൻറ് അഡ്വേഴ്സ്ലി അഫക്റ്റ് ഇന്ത്യാസ് ഫോറിൻ ട്രേഡ്. എന്നാൽ ഇങ്ങനെയുള്ള ഇന്ത്യ രാജ്യത്തിൻ്റെ വിദേശ വ്യാപാരത്തിൽ ഒരുപാട് മാറ്റം കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. അവരുടെ ചില കമ്മോഡിറ്റികൾ ഉൽപ്പാദിപ്പിക്കാനും വ്യാപാരം ചെയ്യുന്നതിനൊക്കെ ബ്രിട്ടീഷുകാർ നിയന്ത്രണം ഏർപ്പെടുത്തുകയുണ്ടായി. അതുപോലെ തന്നെ വ്യാപാരത്തിന് മേലുള്ള നികുതി, താരിഫൊക്കെ തീരുമാനിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. ഇതെല്ലാം ഇന്ത്യയുടെ വ്യാപാരത്തെ മോശമായ രീതിയിൽ ബാധിച്ചു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇന്ത്യ became an exporter of primary products such as raw silk, cotton, wool, sugar, indigo, jute, etc. and an importer of finished consumer goods like cotton, silk and woolen cloths and capital goods. അഥവാ ബ്രിട്ടീഷുകാരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇന്ത്യ അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യവും അതുപോലെ തന്നെ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യവുമായിട്ട് മാറുകയാണ്. Okay, then Britain maintained a monopoly control over India's export and import. അഥവാ ഇന്ത്യയുടെ ഇറക്കുമതിയുടെ മേലും കയറ്റുമതിയുടെ മേലും ബ്രിട്ടീഷുകാർ ഒരു ആധിപത്യം സ്ഥാപിക്കുകയാണ്, നിയന്ത്രണം സ്ഥാപിക്കുകയാണ്. നെക്സ്റ്റ് പോയിന്റ്, ദ താരിഫ് പോളിസി വാസ് ഇൻ ഫേവർ ഓഫ് ബ്രിട്ടൻ. അതായത് ഇറക്കുമതിക്കും കയറ്റുമതിക്കും മേൽ ചുമത്തിയിരുന്ന നികുതി ബ്രിട്ടീഷുകാരുടെ ഇഷ്ടാനുസരണമാണ് തീരുമാനിച്ചിരുന്നത്. അത് പൂർണ്ണമായിട്ടും അവർക്ക് അനുകൂലമായ രീതിയിലായിരുന്നു തീരുമാനിച്ചിരുന്നത്. മോർ ദാൻ 50% ഓഫ് ഇന്ത്യാസ് ട്രേഡ് വാസ് വിത്ത് ബ്രിട്ടൻ ആൻഡ് ദ റെസ്റ്റ് വാസ് വിത്ത് കൺട്രീസ് സച്ച് ആസ് ചൈന, സിലോൺ ആൻഡ് പേർഷ്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ 50% വരുന്ന വ്യാപാരം ബ്രിട്ടനുമായിട്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യക്ക് ചൈന, സിലോൺ, പേർഷ്യ എന്നീ രാജ്യങ്ങളുമായിട്ടും വ്യാപാര ബന്ധമുണ്ടായിരുന്നു. സിലോൺ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ശ്രീലങ്കയുടെ പഴയ പേരാണ്. അതുപോലെ തന്നെ പേർഷ്യ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇറാൻ്റെ പഴയ പേരാണ്. നെക്സ്റ്റ് പോയിന്റ്, ദ ഓപ്പണിംഗ് അപ്പ് ഓഫ് സൂയസ് കനാൽ ഫർദർ സ്ട്രെങ്തൻഡ് ദ ബ്രിട്ടീഷ് കൺട്രോൾ ഓവർ ഇന്ത്യാസ് ട്രേഡ്. ഇന്ത്യയുടെ വ്യാപാരത്തിനു മേലുള്ള ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തെ കൂട്ടുന്നതായിരുന്നു സൂയസ് കനാലിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് ത്രൂ ഔട്ട് ദ കൊളോണിയൽ പീരീഡ് വാസ് ദ ജനറേഷൻ ഓഫ് എ ലാർജ് എക്സ്പോർട്ട് സർപ്ലസ്. അതായത് കൊളോണിയൽ കാലഘട്ടത്തിലുള്ള ഇന്ത്യൻ വ്യാപാരത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വലിയ തോതിൽ കയറ്റുമതി മിച്ചം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പം നമ്മളെല്ലാവരും ചിന്തിക്കും അതൊരു പ്ലസ് പോയിൻ്റ് അല്ലേ എന്ന്, പക്ഷേ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. The excess export of goods over imports caused the following impacts in the Indian economy. അതായത് ഇമ്പോർട്ടിനേക്കാൾ കൂടുതൽ എക്സ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത്, ഇറക്കുമതിയേക്കാൾ കൂടുതൽ കയറ്റുമതിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇന്ത്യയുടെ എക്കോണമിയിൽ ഒരുപാട് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് acute shortage of many essential commodities like food grains, clothes, kerosene, etc. in the domestic market. അതായത് കൂടുതലായിട്ടും നമ്മൾ കയറ്റുമതി ചെയ്യുകയാണ്. അത് നമ്മുടെ എക്കോണമിയിൽ ആവശ്യ സാധനങ്ങളായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങളായിക്കോട്ടെ, വസ്ത്രങ്ങളായിക്കോട്ടെ, മണ്ണെണ്ണ പോലെയുള്ള ആവശ്യ വസ്തുക്കൾ ഇല്ലാതെ വരുന്ന ഒരവസ്ഥയിലേക്ക് നയിക്കുകയുണ്ടായി. മറ്റൊരു പ്രശ്നമാണ് the export surplus being used to make payments for the expenses incurred by an office set up by the colonial government in Britain for meeting war expenses, etc., all of which led to the drain of Indian wealth. കൂടാതെ നമുക്ക് എക്സ്പോർട്ട് സർപ്ലസ് ആണ്, നമുക്കറിയാം കൂടുതൽ വരുമാനം ഇന്ത്യക്ക് കിട്ടുകയാണ്. പക്ഷേ ബ്രിട്ടീഷുകാർ ആ ഇൻകവും അവരുടെ ബ്രിട്ടൻ്റെ യുദ്ധത്തിന് വരുന്ന ചെലവുകളും മറ്റും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്.
അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മൊത്തം സമ്പത്തും ബ്രിട്ടനിലോട്ട് ഒഴുകിപ്പോകുന്നൊരവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. ദ വാസ് നോ ഫ്ലോ ഓഫ് ഗോൾഡ് ഓർ സിൽവർ ഇൻ ടു ഇന്ത്യ. ഇന്ത്യയിലേക്ക് ഗോൾഡ്, സിൽവർ പോലുള്ള ഒന്നും തന്നെ വന്നിരുന്നില്ല എന്നും പറയുന്നു. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡെമോഗ്രഫിക് കണ്ടീഷൻസ് ആണ്. ഇന്ത്യയുടെ ജനസംഖ്യാപരമായിട്ടുള്ള അവസ്ഥ എന്തായിരുന്നു എന്നാണ് ഇവിടെ നോക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഇന്ത്യസ് ഫസ്റ്റ് സെൻസസ് വാസ് carried out in 1881, then subsequently after every 10 years. ഇന്ത്യയിൽ ആദ്യത്തെ സെൻസസിലെ ജനസംഖ്യ കണക്കെടുപ്പ് നടന്നിരിക്കുന്നത് 1881 അതിനുശേഷം എല്ലാ 10 വർഷം കൂടുമ്പോഴും സെൻസസ് നടത്തിയിരുന്നു. India was in the first stage of demographic transition till 1921 and the second stage of demographic transition began thereafter. അതായത് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറി ഉണ്ട്. ആ തിയറി പ്രകാരം 4 സ്റ്റേജുകൾ പറയുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും അഥവാ ജനന നിരക്കും മരണനിരക്കും വളരെ കൂടുതലായിരിക്കും. സെക്കൻഡ് സ്റ്റേജിലോട്ട് എത്തുമ്പോൾ എന്ത് ചെയ്യും, ഡെത്ത് റേറ്റ് കുറയാൻ തുടങ്ങും, എന്നാൽ ബർത്ത് റേറ്റ് ഹൈ ആയിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് ജനസംഖ്യ വളരെയധികം കൂടുന്നത്. തേർഡ് സ്റ്റേജ് ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും കുറയാൻ തുടങ്ങും. എന്നാൽ ഫോർത്ത് സ്റ്റേജിലെത്തുമ്പോൾ ഡെത്ത് റേറ്റിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല, എന്നാൽ ബർത്ത് റേറ്റ് കുറയാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. നെക്സ്റ്റ് പോയിന്റ്, ഇന്ത്യ വാസ് ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ ടിൽ 1921 ആൻഡ് ദി സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ ബിഗാൻ ദെയറാഫ്റ്റർ. അതായത് 1921 വരെ ഇന്ത്യ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനനിരക്കും മരണനിരക്കും വളരെയധികം കൂടുതലുള്ള ആ ഒരു സ്റ്റേജിൽ. എന്നാൽ സെക്കൻഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1921 ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഈ 1921 എന്ന് പറയുന്ന ഇയറിനെ ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറി വാസ് ഇനീഷ്യേറ്റഡ് ബൈ വാരൻ തോംസൺ ഇൻ 1929. 1929 ഈ 4 സ്റ്റേജ് അടങ്ങിയ ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വാരൻ തോംസൺ ആണ്. നെക്സ്റ്റ് പോയിന്റ്, ദ വേരിയസ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് വെർ ഓൾസോ നോട്ട് ക്വൈറ്റ് എൻകറേജിങ്. ഓക്കെ, ജനസംഖ്യയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ചില ഘടകങ്ങൾ നല്ല രീതിയിലായിരുന്നില്ല പോയിക്കൊണ്ടിരുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ദ ഓവറോൾ ലിറ്ററസി ലെവൽ വാസ് ലെസ് ദാൻ 16%. ഔട്ട് ഓഫ് ദിസ് ദ ഫീമെയിൽ ലിറ്ററസി ലെവൽ വാസ് ലോവർ 7%. അന്നത്തെ സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് 16% കുറവായിരുന്നു. അതിൽ തന്നെ സ്ത്രീ സാക്ഷരത എന്ന് പറയുന്നത് വെറും 7% മാത്രമായിരുന്നു. പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് വെർ ലാർജ്ലി അൺഅവൈലബിൾ. അതായത് പൊതു ആരോഗ്യ സംവിധാനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇനാഡിക്വേറ്റ് പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് റിസൾട്ടഡ് ഇൻ ടു ഹൈ മോർട്ടാലിറ്റി ഡ്യൂ ടു വാട്ടർ ആൻഡ് എയർബോൺ ഡിസീസസ്. ഹോസ്പിറ്റൽ ഫെസിലിറ്റീസൊന്നും ആവശ്യത്തിന് ഇല്ലാത്തത് കാരണം മരണനിരക്കൊക്കെ വളരെ ഉയർന്നതായിരുന്നു. അതുപോലെ തന്നെ ജലജന്യ വായുജന്യ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. The overall mortality rate was very high and in that particularly the infant mortality rate was 218 per 1000. അതായത് മരണനിരക്ക് ഓൾറെഡി കൂടുതലാണ്. അതിൽ തന്നെ ശിശു മരണനിരക്ക് എന്ന് പറയുന്നത് 218 വളരെ ഉയർന്നതാണിത്. അതായത് വെറും 44 വയസ്സ് വരെയായിരുന്നു അന്നത്തെ നമ്മുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. The poverty level was very high and there were frequent famines and death due to starvation. അതായത് ദാരിദ്ര്യം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു അക്കാലത്ത്. അതുകൊണ്ട് തന്നെ ഭക്ഷ്യക്ഷാമങ്ങൾ ഉണ്ടായിരുന്നു. അത് കാരണം ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. All this shows the poor social and economic conditions of India during the British rule. ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണ സമയത്ത് നമ്മുടെ സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻ വളരെ മോശമായിരുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ടോപ്പിക്ക് ഒക്യുപ്പേഷണൽ സ്ട്രക്ചറാണ്. ഡ്യൂറിങ് ദ കൊളോണിയൽ പീരീഡ് ദ ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ ഓഫ് ഇന്ത്യ അക്രോസ് ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ് ആൻഡ് സെക്ടേഴ്സ് ഷോഡ് ലിറ്റിൽ സൈൻ ഓഫ് ചേഞ്ച്. അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണ സമയത്ത് ഇന്ത്യയുടെ തൊഴിലിൻ്റെ സ്ട്രക്ചറിൽ ചെറിയ മാറ്റം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബ്രോഡ്ലി വി ഡിവൈഡഡ് ഒക്യുപ്പേഷൻസ് ഇൻ ടു 3 ടൈപ്സ്. പ്രധാനമായിട്ടും നമ്മൾ തൊഴിലിനെ 3 തരംതിരിച്ചിരിക്കുന്നത്. പ്രൈമറി ആക്ടിവിറ്റീസ്, സെക്കൻഡറി ആക്ടിവിറ്റീസ്, ടെർഷ്യറി ആക്ടിവിറ്റീസ്. അതിൽ പ്രൈമറി ആക്ടിവിറ്റീസിൽ അഗ്രികൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി, ഫോറസ്ട്രി, ഫിഷറീസ് ഇവയൊക്കെ ഉൾപ്പെടും. മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് സ്മോൾ ആൻഡ് ലാർജ് സ്കെയിലിൽ വരുന്നതൊക്കെ സെക്കൻഡറി ആക്ടിവിറ്റീസിലും,
ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ്, ഫിനാൻഷ്യൽ സർവീസസ് ഇതൊക്കെ ടെർഷ്യറി ആക്ടിവിറ്റീസിലുമാണ് വരുന്നത്. The agricultural sector accounted for the largest share of workforce, which usually remained at a high of 70-75%. അതായത് ഇന്ത്യയിൽ 70-75% വരെ ആളുകൾ അഗ്രികൾച്ചർ സെക്ടറിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. നെക്സ്റ്റ് പോയിന്റ്, മാനുഫാക്ചറിങ് ആൻഡ് ദ സർവീസ് സെക്ടർ അക്കൗണ്ടഡ് ഫോർ ഓൺലി 10 and 15-20% റെസ്പെക്റ്റീവ്ലി. അതായത് 10% ആളുകളാണ് മാനുഫാക്ചറിങ് സെക്ടറിൽ ജോലി ചെയ്തിരുന്നത്. 15-20% ആളുകൾ സർവീസ് സെക്ടറിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ലെവലിൽ നോക്കുമ്പോൾ നമ്മുടെ ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ കൂടുതൽ സ്റ്റേബിൾ ആയിട്ട് കാണാം. അതായത് ഈ ഒരു പെർസെൻറ്റേജിലാണ് കിടക്കുന്നത്. എന്നാൽ റീജിയണലായിട്ട് വലിയ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. എങ്കിൽ പോലും ഇന്ത്യയുടെ 50% ജനങ്ങളും പ്രധാനമായിട്ടും അഗ്രികൾച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് ഇൻഫ്രാസ്ട്രക്ചറാണ്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങളിലൊക്കെ ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ടും റെയിൽവേ, പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട്, പോസ്റ്റ്, ടെലഗ്രാഫ് ഇവയിലൊക്കെ. പക്ഷേ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇതൊന്നും ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉള്ളതായിരുന്നില്ല. പ്രധാനമായിട്ടും അവരുടെ വ്യാപാരത്തിന് സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാർത്താവിനിമയവും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ദ ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ്ഡ് ദ റെയിൽവേസ് ഇൻ ഇന്ത്യ ഇൻ 1850 ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദെയർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ. ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആയിരുന്നു റെയിൽവേ എന്ന് പറയുന്നത്. 1850 ബോംബെ മുതൽ താനെ വരെയാണ് ഫസ്റ്റ് ട്രെയിൻ ഓടുന്നത്, ഒരു 35 കിലോമീറ്റർ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. റെയിൽവേ സ്റ്റാർട്ട് ചെയ്തത് ഒരുപാട് കോൺസിക്വൻസ് നമ്മുടെ എക്കോണമിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ആളുകൾക്ക് ദൂര സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനിത് സഹായിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്ത്യൻ അഗ്രികൾച്ചറിൻ്റെ കൊമേഴ്ഷ്യലൈസേഷനെ ഇത് കൂടുതൽ ശക്തിപ്പെടുത്തുകയുണ്ടായി. കൂടാതെ റെയിൽവേ വന്നപ്പോൾ വ്യാപാരത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായമായി എന്ന് പറയുന്നുണ്ട്. കാരണം പ്രൊഡക്ഷൻ സെൻറ്ററിനെയും മാർക്കറ്റിനെയും ബന്ധിപ്പിക്കാൻ റെയിൽവേക്ക് സാധിച്ചിരുന്നു. കൂടാതെ നമ്മുടെ കയറ്റുമതിയുടെ അളവ് കൂട്ടാനും സാധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ റോഡും റെയിൽവേയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ കരമാർഗവും കടൽ മാർഗവുമുള്ള വ്യാപാരമൊക്കെ ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.